ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। ഓം നമോ ഭഗവതേ വാസുദേവായ. രാമായണ പാരായണം 5-ാം ദിവസം. അയോധ്യാകാന്ഡം. ശ്രീരാമചന്ദ്രന്റെ ആരണ്യപ്രവേശം. കൗസല്യഗേഹത്തിലെത്തിയ രാമനെ സ്വാഗതം ചെയ്ത ദാസികൾ സസന്തോഷം ഓടിപ്പോയി കൗസല്യയെ സ്വന്തം മകന്റെ ആഗമന വൃത്താന്തം അറിയിച്ചു. വിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന കൗസല്യ മകൻ കടന്നു ചെന്നപ്പോൾ ഝടിതിയിൽ എഴുന്നേറ്റ് രാമനെ ആലിംഗനം ചെയ്തു. രാമ, നീ ഇന്ന് എന്റെ ഭർത്താവിന്റെ പിൻഗാമിയായി കോസല രാജാവാകുന്നു എന്നതിനാൽ ഞാൻ ഏറെ ആഹ്ലാദവതിയായിരിക്കുന്നു. ശാന്തനായി വിനയാന്വിതനായി രാമൻ സംസാരിച്ചു. അമ്മേ, ഞാൻ ഇനി പറയാൻ പോകുന്നത് കേട്ട് അമ്മ മനോനിയന്ത്രണം കൈവെടിയരുത്. അച്ഛൻ പണ്ട് കൈകേയിക്ക് നൽകിയിരുന്ന 2 വരങ്ങളുടെ ഫലമായി ഭരതൻ രാജാവാകുകയും ഞാൻ ഇന്ന് തന്നെ അയോധ്യ വെടിഞ്ഞ് 14 വത്സരം വനവാസമനുഷ്ഠിക്കുകയും ചെയ്യേണ്ടതായിരിക്കുന്നു. കൗസല്യ ബോധരഹിതയായി നിലത്തു വീണു. രാമൻ അമ്മയെ മെല്ലെ എടുത്തുയർത്തി നിർത്തി. ബോധം വീണ്ടു കിട്ടിയ കൗസല്യ കഠിനമായി വിലപിക്കുവാൻ തുടങ്ങി. ഇതിനേക്കാൾ ഒരു ഭാഗ്യദോഷം എനിക്ക് വരാനുണ്ടോ? വന്ധ്യയായിരിക്കുകയായിരുന്നു ഇതിലും ഭേദം. ഈ ദുരന്ത വാർത്ത കേട്ടതും എന്റെ ജീവൻ എന്നെ വിട്ടു പോയില്ലല്ലോ. ചെറുപ്പക്കാരികളായ എന്റെ സപത്നിമാർ ഇനി എന്നെ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യും. എന്റെ ജീവിതം ഇനി 10 മടങ്ങ് ദുരിതമയമാകും. അതുവരെ ക്രോധത്തിന് കടിഞ്ഞാണിട്ട് നിന്നിരുന്ന ലക്ഷ്മണന് ഈ വിലാപം കേട്ടപ്പോൾ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടു. അവന്റെ കോപം കടുത്ത വാക്കുകളായി പുറത്തു വന്നു. നമ്മുടെ അച്ഛൻ വാർദ്ധക്യത്താൽ ബോധം നശിച്ചവനും കാമാതുരനുമായിരിക്കുന്നു. ആ ദുഷിച്ച സ്ത്രീ കൈകേയിയുടെ കയ്യിലെ കളിപ്പാവയായിരിക്കുകയാണ് അദ്ദേഹം. നമ്മൾ എന്തിനീ അന്യായം അടിമകളെപ്പോലെ അംഗീകരിക്കണം? അച്ഛൻ, രാജാവ്, ആത്മീയ ഗുരു ആരായാലും തെറ്റും ശരിയും വേർതിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞുവെന്നാൽ നിരാകരിക്കപ്പെടണം. രാമ, അങ്ങ് ഉടനടി സാമ്രാജ്യത്തിന്റെ ഭരണാവകാശം ഉറപ്പിച്ചെടുക്കണം. ഭരതനെ കിരീടാവകാശിയാക്കാനുള്ള അച്ഛന്റെ തീരുമാനം പുറത്തറിയുന്നതിന് മുമ്പ് അത് ചെയ്തിരിക്കണം. ഇനി അഥവാ ജനങ്ങളും ആ വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഈ അയോധ്യയെ വേണ്ടി വന്നാൽ വിജനമാക്കുവാനും തയ്യാറാണ്. കൗസല്യയുടെ നേർക്കു തിരിഞ്ഞ് ലക്ഷ്മണൻ അറിയിച്ചു. അമ്മേ, എനിക്ക് രാമനോട് മാത്രമേ പ്രതിബദ്ധതയുള്ളൂ. രാമനെ സിംഹാസനത്തിൽ ഇരുത്തുവാൻ വേണ്ടി ആ വിഡ്ഢിയായ ദശരഥനെ വധിക്കുവാനും ഞാൻ ഒരുക്കമാണ്. പക്ഷേ കൗസല്യയ്ക്ക് സാമ്രാജ്യമോഹം തീരെയുണ്ടായിരുന്നില്ല. വത്സലപുത്രനിൽ നിന്നുള്ള വേർപാട് മാത്രമായിരുന്നു കൗസല്യയുടെ പ്രശ്നം. അവർ കെഞ്ചി പറഞ്ഞു, രാമ, നീ വനവാസത്തിന് പോകരുതേ. നിന്റെ സാധുവായ അമ്മയുടെ സന്തോഷത്തിനായി ഇവിടെ തങ്ങുന്നതാണ് അച്ഛന്റെ ആജ്ഞയനുസരിച്ച് വനവാസത്തേക്കാൾ പുണ്യപ്രവൃത്തി. നീ പോയാൽ ഞാൻ പട്ടിണി കിടന്നു മരിക്കും. കാരണം നീയില്ലാത്ത ജീവിതം എനിക്ക് ദുസ്സഹമാണ്. രാമൻ പറഞ്ഞു, അമ്മേ, അച്ഛനെ ധിക്കരിക്കുവാൻ എനിക്കൊരിക്കലും സാധ്യമല്ല. ആയതിനാൽ വനവാസത്തിനുടൻ തന്നെ അമ്മ എനിക്ക് അനുവാദം തരേണം. അച്ഛന്റെ ആജ്ഞ ആർക്കും അവഗണിക്കാവുന്നതല്ല. അച്ഛനായ ജമദഗ്നിയുടെ ആജ്ഞപ്രകാരം സ്വന്തം പെറ്റമ്മയെ ഗളച്ഛേദം നടത്തിയ പരശുരാമന്റെ കഥയോർക്കുക. അനന്തരം ലക്ഷ്മണനെ നോക്കി രാമൻ ഉപദേശിച്ചു. പ്രിയ സോദര, കോപത്തിനിരയായി സ്വബോധം നശിപ്പിക്കരുത്. ശക്തി ഉപയോഗിച്ച് സിംഹാസനം കൈയടക്കാമെന്ന മോഹം ഉപേക്ഷിച്ച് നമ്മുടെ അച്ഛന്റെ ആജ്ഞ അനുസരിക്കുക. വീണ്ടും രാമൻ കൗസല്യയോട് പറഞ്ഞു, ജീവിതം അവസാനിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് സ്വയം ശിക്ഷിക്കരുതേ. എന്റെ വനവാസ കാലാവധി തീരുമ്പോൾ ഞാൻ ഉടൻ തന്നെ അമ്മയുടെ സമീപമെത്തും.
കുറ്റബോധം അലട്ടാതെ പോയി വരുവാൻ വേണ്ട അനുഗ്രഹം അമ്മ എനിക്ക് തരികയില്ലേ? ദയനീയമായി തേങ്ങിക്കരഞ്ഞുകൊണ്ട് നിന്ന കൗസല്യയ്ക്ക് സമ്മതം നൽകുവാനുള്ള മനക്കരുത്തുണ്ടായില്ല. രാമനെ ഇത് വല്ലാതെ മുറിവേൽപ്പിച്ചു. കാർക്കശ്യം കാട്ടാതെ നിർവാഹമില്ലെന്നു വന്നതിനാൽ രാമൻ ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു: അച്ഛന്റെ ആജ്ഞയനുസരിച്ച് വനത്തിലേക്ക് പുറപ്പെടുവാനിരിക്കുന്ന എന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ പരിക്ഷീണനാക്കുകയാണ്. അച്ഛനെ അനുസരിക്കുക എന്നത് മാത്രമാണ് എന്റെ ധർമ്മത്തിന്റെ പാത. ഞാൻ ഒരിക്കലും ആ പാതയിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. അല്പനേരത്തെ മൗനത്തിനു ശേഷം രാമൻ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുവാൻ തുനിഞ്ഞു. പ്രിയ ലക്ഷ്മണ, ഭരതൻ സിംഹാസനാരോഹണം ചെയ്യുന്നതോടുകൂടി ഇതെല്ലാം വിസ്മൃതിയിലാണ്ടുപോവും. നിന്റെ ദുഃഖവും അവസാനിക്കും. വെറുതെ കൈകേയിയെ കുറ്റപ്പെടുത്തരുത്. നമ്മുടെയെല്ലാം വിധി വാർത്തെടുക്കുന്ന ലോകനിയന്താവിന്റെ കൈകളിലെ ഒരു ഉപകരണം മാത്രമാണ് കൈകേയി മാതാവ്. എങ്കിലും അത്ര വേഗത്തിൽ അനുനയിക്കപ്പെടാവുന്ന കൂട്ടത്തിലായിരുന്നില്ല ലക്ഷ്മണൻ. കോപസ്വരത്തിൽ അവൻ പ്രതിഷേധിച്ചു: രാമ, അങ്ങ് ഷണ്ഠനായി തീർന്നിരിക്കുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ സ്വന്തം കഴിവുകളെ മറന്ന് അങ്ങനെ ക്ഷത്രിയ പ്രകൃതി വിടിഞ്ഞ് വിധിക്ക് കീഴടങ്ങുകയാണ്. ഞാൻ അത്തരം ഒരു നപുംസകമല്ല. എന്റെ കഴിവുകൾ ഉപയോഗിച്ച് ഞാൻ വിധിയെ വശപ്പെടുത്തും. എന്നിട്ട് അങ്ങയെ ഈ ദിവസം തന്നെ സിംഹാസനത്തിൽ അവരോധിക്കും. തന്നോടുള്ള അതിരുകവിഞ്ഞ സ്നേഹത്താലാണ് ലക്ഷ്മണൻ ഇത്തരത്തിലുള്ള കടുത്ത വിമർശനത്തിനൊരുങ്ങുന്നതെന്ന് മനസ്സിലാക്കിയ രാമൻ ലക്ഷ്മണന്റെ മിഴിനീർ തുടച്ച് വീണ്ടും വീണ്ടും അവനെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. രാമന്റെ ദൃഢനിശ്ചയത്തിന് യാതൊരു ഇളക്കവും സംഭവിക്കുകയില്ലെന്ന് മനസ്സിലായപ്പോൾ കൗസല്യ മറ്റൊരു അപേക്ഷ മുന്നോട്ടുവെച്ചു. നിന്റെ അച്ഛന്റെ ആജ്ഞ അനുസരിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ എന്നെയും കൂടി വനത്തിലേക്ക് കൊണ്ടുപോകൂ രാമ. പ്രിയപ്പെട്ട അമ്മേ, കൈകേയി മാതാവ് അച്ഛനെ ചതിക്കുകയും പിന്നാലെ അമ്മ അച്ഛനെ ഉപേക്ഷിക്കുകയും കൂടി ചെയ്താൽ അച്ഛൻ തീർച്ചയായും ഉടനടി ജീവത്യാഗം ചെയ്യും. സാഹചര്യമോ കാരണമോ എന്തു തന്നെയാണെങ്കിലും സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിക്കുവാൻ പാടില്ലെന്നുള്ളത് പതിവ്രതയും ഗുണവതിയുമായ ഒരു ഭാര്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമത്രേ. ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹമാണ് അവളുടെ ദൈവം. ഒരു സ്ത്രീ കുലീനയോ ദൈവഭക്തിയുള്ളവോ ആയിരിക്കാം, പക്ഷേ ഭർത്താവിനോടുള്ള കടമ ചെയ്തില്ലെങ്കിൽ അവൾ പാപി തന്നെയാകും. ശ്രുതി സ്മൃതി വേദാന്തങ്ങളിൽ എഴുതപ്പെട്ട വിധിയാണിത്. ആയതിനാൽ അമ്മ അച്ഛന്റെ ഒപ്പം തന്നെ ജീവിക്കുക. 14 വർഷം തികയുമ്പോൾ നിശ്ചയമായും ഞാൻ മടങ്ങിവരാം. അനന്തരം വനത്തിൽ പോകണമെന്ന ആശയുപേക്ഷിച്ച കൗസല്യ ഗത്യന്തരമില്ലാഞ്ഞ് മകനെ അനുഗ്രഹിച്ചു. നഷ്ടപ്പെട്ട എന്റെ സന്തോഷവുമായി എത്രയും വേഗം നീ മടങ്ങി വരുമാറാകട്ടെ. നീ ഏറ്റവും വിലമതിക്കുന്ന ധർമ്മം നിന്റെ സംരക്ഷകനാകട്ടെ. സ്വർഗത്തിലെ ദേവകൾ നിന്നെ കാത്തുരക്ഷിക്കട്ടെ. വിശ്വാമിത്രനിൽ നിന്ന് നിനക്ക് ലഭിച്ച ആയുധങ്ങൾ നിനക്ക് തുണയാവട്ടെ. സ്വർഗം, ഭൂമി, വായു, ജലം, കര എന്നുവേണ്ട സർവചരാചരങ്ങളും നിന്റെ സംരക്ഷണത്തിനുണ്ടാവട്ടെ. രാപകലുകളും സൂര്യചന്ദ്രന്മാരും നിന്നെ രക്ഷിക്കട്ടെ. രാമ, നീ എപ്പോഴും സന്തോഷവാനായിരിക്കും. എന്റെ അനുഗ്രഹാശിസ്സുകൾ സർവവും നിന്നോടൊപ്പം ഉണ്ടാകും. കൗസല്യ നിറഞ്ഞ വാത്സല്യത്തോടെ രാമന്റെ മൂർധാവ് മുകർന്ന് ആശ്ലേഷിച്ചു. രാമൻ മാതാവിന്റെ പാദങ്ങൾ പലവട്ടം സ്പർശിച്ചു വണങ്ങി. അനന്തരം ഒരു നിമിഷനേരം പോലും ശങ്കിച്ചു നിൽക്കാതെ രാമൻ അതിവേഗത്തിൽ സ്വന്തം കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. സംഭവിച്ച കഥകളൊന്നും അറിയാതെ സന്തോഷം നിറഞ്ഞ സ്വപ്നങ്ങളുമായി അവിടെ രാമനെ പല നാഴികകൾ തള്ളി നീക്കി കാത്തിരിക്കുകയായിരുന്നു പാവം സീത. രാമൻ മുറിയിലേക്ക് കടന്നതും അദ്ദേഹത്തിന്റെ വിളർച്ച ബാധിച്ച വിയർപ്പൊഴുകുന്ന വിഷാദം നിറഞ്ഞ മുഖം സീത ശ്രദ്ധിച്ചു. മാത്രമല്ല, അകമ്പടിക്കാരും രാമന്റെയൊപ്പം ഉണ്ടായിരുന്നില്ല. വേഗം രാമന്റെ സമീപത്തെത്തി സീത ചോദിച്ചു, ആര്യപുത്ര, എന്താണ് സംഭവിച്ചത്? സങ്കോചമൊന്നും കൂടാതെ രാമൻ വ്യക്തമായി മറുപടി പറഞ്ഞു. എന്റെ പിതാവ് എന്നോട് അയോധ്യ വെടിഞ്ഞ് വനത്തിൽ പോയി ജീവിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. എനിക്ക് പകരമായി ഭരതനെ കിരീടമണിയിക്കുന്നതാണ്. പണ്ട് യുദ്ധഭൂമിയിൽ മുറിവേറ്റ് അർദ്ധപ്രാണനായി കിടന്ന അച്ഛനെ
ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന കൈകേയി മാതാവിന് അച്ഛൻ 2 വരങ്ങൾ നൽകിയിരുന്നു. അന്ന് മാതാവ് പറഞ്ഞു, ആവശ്യം വരുന്ന സമയത്ത് അവ ചോദിച്ചു വാങ്ങിക്കൊള്ളാമെന്ന്. ഇന്ന് കൈകേയി മാതാവ് ആവശ്യപ്പെടുന്നു, ഭരതനെ രാജാവായി വാഴിക്കണമെന്നും എന്നെ വനത്തിലേക്ക് നാടുകടത്തണമെന്നും. പ്രിയ സീതേ, അച്ഛന്റെ ആജ്ഞ അനുസരിക്കുക എന്നത് മാത്രമാണ് എന്റെ ധർമ്മം. പക്ഷെ നിന്നോട് ഞാൻ ആവശ്യപ്പെടുന്നത് നീ ഇവിടെ തന്നെ തങ്ങണമെന്നും ഭരതന്റെ ഏതൊരു നിർദ്ദേശവും അനുസരിക്കണമെന്നുമാണ്. എന്റെ പ്രാണപ്രേയസി, ഞാനിപ്പോൾ ഇവിടെ വന്നത് നിന്നോട് യാത്ര പറയുവാൻ മാത്രമാണ്. രാമന്റെ വാക്കുകൾ സീതയുടെ ഉള്ളിൽ കടുത്ത വികാര വിക്ഷോഭങ്ങൾ സൃഷ്ടിച്ചു. സ്നേഹം കൊണ്ടുളവായ കോപത്തോടെ അവൾ മറുവാക്കോതി, അല്ലയോ രാമ, പുരുഷോത്തമ, അങ്ങ് എന്തു തരം ഉപദേശമാണ് എനിക്ക് നൽകിയത്? ഭർത്താവിന്റെ വിധി എന്തു തന്നെയാകിലും അത് പങ്കിടുക എന്നതാണ് ഭാര്യാധർമ്മം. ആയതിനാൽ ഞാനും അങ്ങയോടൊപ്പം വനത്തിലേക്കുണ്ട്. അച്ഛൻ, അമ്മ, സഹോദരൻ, മകൻ, മരുമകൾ തുടങ്ങിയവയ്ക്കെല്ലാം സ്വന്തം വ്യക്തിത്വമുണ്ട്. പക്ഷേ ഭാര്യയ്ക്ക് ഭർത്താവിനെ പിന്തുടരുക എന്ന ഒരൊറ്റ മാർഗമേ ഉള്ളൂ. രാമ, എനിക്ക് അച്ഛനിലോ അമ്മയിലോ സുഹൃത്തുക്കളിലോ ബന്ധുക്കളിലോ എന്നിൽ പോലുമോ അഭയം കണ്ടെത്തുവാൻ കഴിയുകയില്ല. കാരണം എന്റെ ആര്യപുത്രൻ മാത്രമാണ് എന്റെ അഭയം. അതിനാൽ അങ്ങയെ പിന്തുടരുവാൻ തന്നെയാണ് എന്റെ തീരുമാനം. ഇതിന് ഇളക്കമേതുമില്ല. ഞാൻ അങ്ങയുടെ നിഴൽ പോലെ നടക്കും. അങ്ങയുടെ ഭക്ഷണം കഴിഞ്ഞ ശേഷം മാത്രം ഭക്ഷിക്കും. അങ്ങയ്ക്ക് നീരസം തോന്നുന്ന യാതൊരു പ്രവൃത്തിയും ഞാൻ ചെയ്യുകയില്ല. കുന്നുകൾ, തടാകങ്ങൾ, നദികൾ ഇവയെല്ലാം കണ്ട് ആസ്വദിച്ച് ഞാൻ എപ്പോഴും ഉല്ലാസവതിയായി ജീവിച്ചുകൊള്ളാം. അങ്ങയുടെ സാന്നിധ്യം എല്ലായ്പ്പോഴും ഉള്ളതിനാൽ ഞാൻ ഒരിക്കലും തളരുകയില്ല. അങ്ങ് കൂടെയില്ലാത്ത ജീവിതം, അത് സ്വർഗത്തിലാണെങ്കിൽ കൂടിയും എനിക്ക് ആവശ്യമില്ല. ആര്യപുത്ര, അങ്ങ് മാത്രമാണ് എന്റെ സ്നേഹ സർവസ്വം. അങ്ങില്ലെങ്കിൽ ഞാൻ മരണം വരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിലോലയായ സീതയെ വനത്തിലേക്ക് കൊണ്ടുപോകുവാൻ രാമൻ ഒട്ടും സമ്മതമുണ്ടായിരുന്നില്ല. അവളെ പിന്തിരിപ്പിക്കുവാൻ രാമൻ ആവുന്നത് ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, മൃദുലേ, അതികഠോരമാണ് വനജീവിതം. മൃദുവായ കിടക്കകളില്ല. ക്രമാതീതമായ ഉഷ്ണവും ശൈത്യവും കൊടും മഴയുമെല്ലാം താങ്ങേണ്ടതായി വരും. ഫലമൂലാദികൾ മാത്രമേ ഭക്ഷണത്തിന് പ്രതീക്ഷിക്കേണ്ടൂ. ഇര തേടി അലയുന്ന ക്രൂര മൃഗങ്ങളുടെ ആക്രമണം ഏതു നിമിഷവും ഉണ്ടായേക്കാം. അതെല്ലാം ഓർക്കുമ്പോൾ നീ എന്റെയൊപ്പം വരുന്നത് അനുവദിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. രാമന്റെ നിരാകരണം സീതയെ ഭയചകിതയാക്കി. താമര ഇലകളിൽ പതിക്കുന്ന ജലകണങ്ങളെ പോലെ കവിളുകളിൽ ഉതിരുന്ന കണ്ണുനീർ മുത്തുമണികളോടെ സീത കരഞ്ഞപേക്ഷിച്ചു, ആര്യപുത്ര, അങ്ങയോടൊപ്പം ജീവിക്കുമ്പോൾ ഈ അസൗകര്യങ്ങളും അപകടങ്ങളുമെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്. അങ്ങയെ പിരിഞ്ഞ് ആര്യപുത്ര, ഭർത്താവിനെ പിരിഞ്ഞ് ഭാര്യയ്ക്ക് ജീവിതമില്ല. അങ്ങെന്നെ കൊണ്ടുപോയില്ലെങ്കിൽ വിഷപാനമോ അഗ്നിപ്രവേശമോ ജലസമാധിയോ മാത്രമേ എനിക്ക് കരണീയമായിട്ടുള്ളൂ. എന്റെ വിവാഹത്തിന് മുൻപ് ഒരു ജ്യോത്സ്യൻ പ്രവചിച്ചിരുന്നു, ജീവിതത്തിന്റെ ഒരു ഭാഗം എനിക്ക് വനത്തിൽ വസിക്കേണ്ടതായി വരുമെന്ന്. അതുകൊണ്ട് തന്നെ ഇതെന്റെ വിധിയാണെന്ന കാര്യത്തിൽ ലവലേശം സംശയം എനിക്കില്ല. അങ്ങയോടൊപ്പമുള്ള ജീവിതം എനിക്ക് സ്വർഗവും മറിച്ചാണെങ്കിൽ നരകവുമെത്രേ. ദയവ് ചെയ്ത് എന്നെയും കൊണ്ടുപോകൂ ആര്യപുത്ര. പക്ഷേ ഈ ആത്മവിലാപം ശ്രവിച്ച ശേഷവും തനിക്ക് വിധിച്ച നാടുകടത്തലിൽ സീതയെ കൂടി പങ്കെടുപ്പിക്കുവാൻ രാമന് സമ്മതമുണ്ടായില്ല. ഇത് മനസ്സിലാക്കിയ സീതയ്ക്ക് താൻ ഒരു വൻ ദുരന്തത്തിലേക്ക് വഴുതി വീഴുകയാണെന്ന് ബോധമുണ്ടായി. ഭർത്താവിൽ നിന്ന് വേർപെടുവാൻ പോകുന്നു എന്ന തോന്നൽ അവളെ ഏതാണ്ടൊരു ഭ്രാന്തിയാക്കി മാറ്റി. രാമന്റെ നിർബന്ധ ബുദ്ധി സഹിക്കുവാനാകാതെ അവൾ രാമനെ ക്രൂരമായി പരിഹസിച്ചു. അങ്ങയെ എന്റെ വരനായി തിരഞ്ഞെടുത്ത എന്റെ അച്ഛൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. ഋതുവാകുന്നതിനു മുന്നമേ തന്നെ അങ്ങ് വിവാഹം കഴിച്ച പതിവ്രതയായ എന്നെ ഉപേക്ഷിച്ചു പോവുകയാണ് അങ്ങ്, അല്ലേ? എന്നെ സംരക്ഷിക്കുവാനും കാണികളുടെ തുറിച്ചുനോട്ടങ്ങളിൽ നിന്ന് രക്ഷിക്കാനും ആരുണ്ടിവിടെ? രാമൻ സൂര്യ തേജസ്വിയാണെന്നും അതുല്യ കീർത്തിമാനാണെന്നും ഉദ്ഘോഷിക്കുന്ന ഈ അയോധ്യാവാസികൾ വിഡ്ഢികളാണ്. ആര്യപുത്ര, അങ്ങ് എന്നെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ സംശയം വേണ്ട, ഞാൻ വിഷപാനം ചെയ്യും. കഠിനവ്യതയും ഭീതിയും മൂലം പരീക്ഷീണയായ സീത മോഹാലസ്യത്തിലേക്ക് വഴുതി വീണു. തന്റെ പ്രിയതമയുടെ അതിദയനീയ അവസ്ഥ രാമന് താങ്ങുന്നതിലും അപ്പുറമായിരുന്നു.
അവളെ മാറോടണച്ച് രാമൻ ആശ്വസിപ്പിച്ചു. ആര്യപുത്രി, നിന്റെ മനസ്സറിയാതെയാണ് ഞാൻ നിന്നെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചത്. ബുദ്ധിമാനായ പുരുഷന് സ്വബോധം, സഹാനുഭൂതി എന്നിവ എത്രമാത്രം വിലപ്പെട്ടതാണോ അത്രമാത്രം വിലപ്പെട്ടതാണ് നീ എനിക്ക്. നീ ദുഃഖിതയാണെന്നറിഞ്ഞുകൊണ്ട് സമാധാനമായി ജീവിക്കുവാൻ എനിക്കാകുമോ? ഇപ്പോൾ തന്നെ പോയി നിന്റെ വിലപിടിപ്പുള്ള ആടകൾ, ആഭരണങ്ങൾ, മറ്റു സ്വത്തുകൾ സർവവും ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക. സന്തുഷ്ടയായ സീത അതിനുവേണ്ടി യാത്രയായതും ഒരു ഓരത്തു നിന്നിരുന്ന ലക്ഷ്മണൻ കടന്നുവന്ന് രാമന്റെ പാദപങ്കജങ്ങളിൽ കെട്ടിപ്പിടിച്ചു. നിറകണ്ണുകളോടെ അവൻ യാചിച്ചു, ജ്യേഷ്ഠ, എന്നെയും കൂടി വനത്തിലേക്ക് പോരാൻ അനുവദിക്കൂ. രാമൻ മറുപടി പറഞ്ഞു, നമ്മുടെ രണ്ടുപേരുടെയും അമ്മമാരെ സംരക്ഷിക്കുവാൻ നീ ഇവിടെ ഉണ്ടാകണം ലക്ഷ്മണ. ലക്ഷ്മണൻ മറുപടി പറഞ്ഞു, അമ്മമാരെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട, കാരണം അവരെ ഭരതൻ കാത്തുരക്ഷിക്കും. രാമ, നിങ്ങൾ കാട്ടിനുള്ളിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ അമ്പും വില്ലുമായി മുൻപിൽ നടക്കാം. അപ്പോൾ അങ്ങേക്കും സീതയ്ക്കും ഭയാശങ്ക കൂടാതെ വനഭംഗികൾ ആസ്വദിക്കാനാകും. നിങ്ങളുടെ ഭക്ഷണത്തിന് ആവശ്യമായ ഫലമൂലാദികൾ ശേഖരിച്ചു കൊണ്ടുവരികയും നിങ്ങൾ നിദ്രാധീനരാകുമ്പോൾ കാവൽ നിൽക്കുകയും ചെയ്യാം. അവസാനം രാമൻ ഉത്സാഹത്തോടെ അനുവാദം നൽകിയിട്ട് ചില നിർദ്ദേശങ്ങൾ നൽകി. ശരി, എന്റെയൊപ്പം വരിക. പക്ഷെ ആദ്യമായി നിന്റെ മാതാവിനെ കണ്ട് യാത്ര ചോദിക്കുക. എന്നിട്ട് വരുണ ഭഗവാൻ ജനക മഹാരാജാവിന് കൊടുത്ത അതിശക്തമായ 2 വില്ലുകളും അത്ഭുത ശക്തിയുള്ള പടച്ചട്ടയും ഒരിക്കലും അമ്പൊഴിയാത്ത 2 ആവനാഴികളും ഏറ്റവും നല്ല 2 വാളുകളും കൂടി കൊണ്ടുവരിക. വസിഷ്ഠ മുനിയുടെ അനുഗ്രഹാശിസ്സുകൾ വാങ്ങി ദിവ്യായുധങ്ങളുമായി നീ ഇവിടെ വന്നു ചേർന്നാൽ ഉടനടി നമുക്ക് വനത്തിലേക്ക് യാത്രയാകാം. അതനുസരിച്ച് കാര്യങ്ങളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കിയ ശേഷം ലക്ഷ്മണൻ മടങ്ങിയെത്തിയപ്പോൾ രാമൻ തന്റെ സർവ്വസമ്പത്തുകളും ദാനം ചെയ്യുന്നതിലേക്കായി ശ്രേഷ്ഠ ബ്രാഹ്മണരെ വിളിപ്പിച്ചു. അധികം താമസിയാതെ വസിഷ്ഠപുത്രനായ സുയജ്ഞൻ, അഗസ്ത്യൻ, വിശ്വാമിത്രപുത്രന്മാർ എന്നിവരുൾപ്പെടെയുള്ള അസംഖ്യം ബ്രാഹ്മണന്മാർ അവിടെ വന്നു ചേർന്നു. അയോധ്യയ്ക്ക് സമീപമുള്ള ഒരു വനത്തിൽ ത്രിജടൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. ദാരിദ്ര്യം കാരണം അദ്ദേഹം അത്യധികം ദുർബലനും അവശനുമായിരുന്നു. ത്രിജടന്റെ ഭാര്യ ഒരു നാൾ ഭർത്താവിനെ ഉപദേശിച്ചു അയോധ്യയിൽ പോയി രാമനോട് സഹായം അഭ്യർത്ഥിക്കുവാൻ. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ത്രിജടൻ വന്നെത്തിയത് രാമൻ സർവസമ്പത്തും ദാനം ചെയ്യുവാൻ തിരഞ്ഞെടുത്ത മുഹൂർത്തത്തിൽ തന്നെയാണ്. ത്രിജടൻ രാമനെ സമീപിച്ച് തന്റെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ച് വിസ്തരിച്ചപ്പോൾ രാമൻ ഫലിത രൂപേണ പറഞ്ഞു, അങ്ങയുടെ ദണ്ഡ് എടുക്കൂ, ആവുന്നത്ര ദൂരേക്ക് അതെറിയൂ. എത്ര പശുക്കളുടെ മേലെ കൂടെ ആ ദണ്ഡ് പായുന്നുവോ അത്രയും പശുക്കളെ ഞാൻ അങ്ങേക്ക് നൽകാം. തന്റെ അരപ്പട്ടം മുറുക്കി കെട്ടിയ ശേഷം ത്രിജടൻ വർദ്ധിച്ച ഉത്സാഹത്തോടെ അതെറിയുകയും കാഴ്ചക്കാരെ അത്ഭുത സ്തബ്ധരാക്കിക്കൊണ്ട് ആ ദണ്ഡ് സരയൂ നദി കഴിഞ്ഞ് ആറ്റിൻ തീരത്ത് മേഞ്ഞുകിടന്നിരുന്ന ആയിരക്കണക്കിന് പശുക്കളുടെ നടുവിൽ പോയി വീഴുകയും ചെയ്തു. രാമൻ തന്റെ പ്രതിജ്ഞ നിറവേറ്റി. നദിക്കര മുതൽ ദണ്ഡ് പോയി പതിച്ച ഇടം വരെയുള്ള പശുക്കൾ അങ്ങനെ ത്രിജടന് സ്വന്തമായി. അത് കഴിഞ്ഞ് രാമൻ ത്രിജടനെ ആശ്ലേഷിച്ച് ഇങ്ങനെ പറഞ്ഞു, എന്റെ കുസൃതിയിൽ അതൃപ്തിയും വിരോധവും തോന്നരുതേ. താങ്കളുടെ ബ്രഹ്മശക്തിയൊന്ന് കാണുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങയോട് അങ്ങനെയൊരു കാര്യം ആവശ്യപ്പെട്ടത്. അനന്തരം രാമൻ തന്റേതായി കൈവശം വെച്ചിരുന്ന സർവ്വ വസ്തുക്കളും ദാനം ചെയ്തു തീർത്തു. ചുരുക്കത്തിൽ രാമന്റെ ദാനം സ്വീകരിക്കാത്ത ഒരു ബ്രാഹ്മണനോ ബന്ധുവോ ആശ്രിതനോ ഭിക്ഷക്കാരൻ പോലുമോ അന്ന് ശേഷിച്ചിരുന്നില്ല. തുടർന്ന് രാമൻ, സീത, ലക്ഷ്മണൻ മൂവരും അയോധ്യ വീഥികളിലൂടെ കാൽനടയായി ദശരഥ ഭവനത്തിലേക്ക് പുറപ്പെട്ടു. വഴിയോരത്ത് നിരനിരയായി നിന്നവരും മട്ടുപ്പാവുകളിൽ നോക്കി നിന്നവരുമെല്ലാം വളരെയധികം ദുഃഖിതരായി ഈ കാഴ്ച കണ്ടപ്പോൾ. പൗരന്മാർ പരസ്പരം ആശ്ചര്യം പ്രകടിപ്പിച്ചു. എന്തൊരു ദൗർഭാഗ്യമാണിത്! ഒരിക്കൽ പോലും പൊതുവേദികളിൽ വന്നു നിന്നിട്ടില്ലാത്ത സീതയെ ഇപ്പോൾ ഏവർക്കും കാണണമെന്ന അവസ്ഥയിലായി. നമുക്ക് സകുടുംബം രാമനെ അനുധാവനം ചെയ്യാം. അങ്ങനെ ഈ അയോധ്യ വിജനമായി തീരട്ടെ, ഒരു വനം പോലെ. എന്നിട്ട് യഥാർത്ഥ വനം ഒരു നഗരമായി മാറട്ടെ. കൈകേയിയുടെ അന്തഃപുരത്തിലെത്തിയ രാമൻ ദശരഥനെ തന്റെ ആഗമന വിവരം ധരിപ്പിക്കുവാൻ സുമന്ത്രനെ നിയോഗിച്ചു. രാമൻ
സീതാ ലക്ഷ്മണ സമേതനായി ആ മുറിയിൽ പ്രവേശിച്ചപ്പോൾ മഞ്ചത്തിൽ നിന്ന് ഓടിവന്നു ദശരഥൻ രാമനെ ആശ്ലേഷിക്കുവാനായി. പക്ഷേ ദുസ്സഹമായ ദുഃഖം കാരണം അദ്ദേഹം പാതിവഴിയിൽ ബോധരഹിതനായി വീണു. എത്രയും പെട്ടെന്ന് രാമൻ അദ്ദേഹത്തെ വാരിയെടുത്തു. വ്യഥ നിറഞ്ഞ വിലാപ സ്വരങ്ങൾ എവിടെയും അലയടിക്കുന്നുണ്ടായിരുന്നു. മഞ്ചത്തിൽ കിടത്തിയ ദശരഥന് അല്പനേരത്തിനകം ബോധം വീണുകിട്ടി. രാമൻ ഉണർത്തിച്ചു. യാത്ര ചോദിക്കുവാനാണച്ഛ ഞാൻ വന്നിരിക്കുന്നത്. സീതാ ലക്ഷ്മണ സമേതനായി വനത്തിലേക്ക് പോകുവാൻ അനുവാദം നൽകിയാലും അവരെ പിന്തിരിപ്പിക്കുവാൻ ഞാൻ ആവതെല്ലാം ചെയ്തു. പക്ഷേ എന്നെ കൂടാതെ ജീവിതം അചിന്ത്യമാണെന്ന് അവർ പറയുന്നു. ദശരഥൻ യാചിച്ചു. രാമ, എന്റെ ഉപദേശം സ്വീകരിക്കുക. എന്നെ കാരാഗൃഹത്തിൽ അടച്ച് സിംഹാസനാധിപത്യം ഉറപ്പിക്കുക. ആരുണ്ട് നിന്നെ എതിർക്കുവാൻ? രാമൻ പ്രതികരിച്ചു. പ്രിയപ്പെട്ട അച്ഛ, എനിക്ക് ഭൂമി ഭരിക്കണമെന്നോ രാജകീയ സുഖഭോഗങ്ങൾ അനുഭവിക്കണമെന്നോ യാതൊരു ആഗ്രഹവുമില്ല. രാജാവ് പറഞ്ഞു. സമ്മതിച്ചിരിക്കുന്നു മകനെ. നിനക്ക് വനത്തിലേക്ക് പോകുവാൻ അനുവാദവും ഞാൻ തരുന്നുണ്ട്. പക്ഷെ ഒരു ദിനം കൂടി തങ്ങിയിട്ടാവാം. നിന്നെ നമുക്ക് കൺകുളിരെയൊന്ന് കാണണം അവസാനമായി. രാമൻ മറുപടി പറഞ്ഞു. അത് സാധ്യമല്ല അച്ഛ. അങ്ങ് കൊടുത്ത പ്രതിജ്ഞ പാലിക്കേണ്ട കടമ എന്റേതാണ്. അതിനാൽ കൈകേയി മാതാവ് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ഉടനടി തന്നെ വനത്തിലേക്ക് പുറപ്പെടുകയായി. രാമനെ മുറുകെ പുണർന്നു നിന്നിരുന്ന ദശരഥൻ ഈ വാക്കുകൾ കേട്ടതും അസ്തപ്രജ്ഞനായി നിലം പതിച്ചു. ഉറക്കെ വിലപിച്ചുകൊണ്ട് സുമന്ത്രനും നിലത്ത് വീണു. സർവരും ദുഃഖത്താൽ വിങ്ങിപ്പൊട്ടി കണ്ണീരൊഴുക്കി നിന്ന ആ വേളയിൽ കൈകേയി മാത്രം നിർവികാരയായി നിലകൊണ്ടു. രാജകുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായിരുന്ന സുമന്ത്രനായിരുന്നു ഏറ്റവും യാതന അനുഭവിച്ചത്. നിലത്തു നിന്ന് എഴുന്നേറ്റ സുമന്ത്രൻ കൈകേയിയെ സമീപിച്ച് ശകാരിക്കുവാൻ തുടങ്ങി. ദുഷ്ട സ്ത്രീയെ, രാമനെ കാട്ടിലേക്ക് അയച്ചിട്ട് നീ സ്വന്തം ഭർത്താവിന്റെ ഘാതകിയായി മാറുകയാണ്. സീമന്തപുത്രന് രാജ്യാവകാശം കൈമാറുക എന്നത് ഈ നാടിന്റെ ധർമാചാരമത്രേ. അത് ഭേദിച്ച് നിന്റെ മകനെ രാജാവാക്കണമെന്ന വാശി നീ ഉപേക്ഷിക്കുക. അല്ലെങ്കിൽ നിന്റെ പ്രവൃത്തിയുടെ ദുഷ്ഫലങ്ങൾ നീ ഉടനടി തന്നെ അനുഭവിക്കും. സംശയം വേണ്ട. രാമൻ വനവാസത്തിന് പോയാൽ സർവബ്രാഹ്മണരും രാമനെ പിന്തുടർന്ന് വനത്തിലേക്ക് വാസസ്ഥാനം മാറ്റും. അങ്ങനെ ഈ നാടിന്റെ നിലനിൽപ്പിനാവശ്യമായ യാതൊരുവിധ പൂജാകർമ്മങ്ങളും ഇവിടെ നടക്കാതാവും. അനന്തരം സുമന്ത്രൻ കൈകേയിയോട് ഒരു കഥ പറഞ്ഞു. വളരെ പണ്ട് നിന്റെ അച്ഛൻ ഏകയന് ഒരു മഹർഷിയിൽ നിന്ന് ഒരു അനുഗ്രഹം കിട്ടി. അതിൻ പ്രകാരം പക്ഷി മൃഗാദികൾ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഷകളും അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങി. പക്ഷേ ഒരു നിബന്ധന വെച്ചിരുന്നു. യാതൊരു കാരണവശാലും സംഭാഷണ രഹസ്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുവാൻ പാടുള്ളതല്ല. അങ്ങനെയായാൽ മരണമാകും ഫലം. രാജാവ് സമ്മതിക്കുകയും ചെയ്തു. പിൽക്കാലത്തൊരു നാൾ ഭാര്യാസമേതനായിട്ടിരിക്കുമ്പോൾ ഒരു പക്ഷിയുടെ നിശിതസ്വരം അദ്ദേഹം ശ്രദ്ധിക്കുവാനിടയായി. ആ ശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ രാജാവ് ഊറിച്ചിരിക്കുന്നത് നിന്റെ മാതാവായ റാണിയുടെ കണ്ണിൽപ്പെട്ടു. അദ്ദേഹം തന്നെ പരിഹസിച്ച് ചിരിച്ചതാണെന്നവൾ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ഭാര്യ വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ രാജാവ് ഋഷിയുടെ അനുഗ്രഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ നിബന്ധന ധിക്കരിച്ചാൽ ഫലം മരണമാണെന്നും അറിയിച്ചു. പക്ഷേ നിർബന്ധ ബുദ്ധിയും അസൂയയും നിറഞ്ഞ ആ വിഡ്ഢി സ്ത്രീ പ്രസ്താവിച്ചു, മരിക്കുകയോ ജീവിക്കുകയോ എന്തായാലും അങ്ങ് ചിരിച്ചതെന്തിനാണെന്ന് പറയുക തന്നെ വേണം. വ്രണിത ഹൃദയനായി രാജാവ് വരം നൽകിയ ഋഷിയെ ചെന്ന് കണ്ട് തന്റെ വിഷമസന്ധിയെക്കുറിച്ചറിയിച്ചു. ഋഷി തക്കതായ ഉപദേശം അദ്ദേഹത്തിന് നൽകി. പക്ഷിയുടെ കരച്ചിലിന്റെ അർത്ഥം വെളിപ്പെടുത്തരുത്. മാത്രമല്ല ഭാര്യയുടെ മര്യാദയില്ലാത്ത പിടിവാശിക്ക് കനത്ത ശിക്ഷയും കൊടുക്കണം. അതനുസരിച്ച് കേകയ രാജാവ് ധൈര്യം വീണ്ടെടുത്ത് ഭാര്യയ്ക്ക് യോജിച്ച ശിക്ഷയും കൊടുത്തിട്ട് സസന്തോഷം നീണ്ട നാൾ ജീവിക്കുകയും ചെയ്തു. നിന്റെ അമ്മയെപ്പോലെ നീയും ഹൃദയശൂന്യയായി പെരുമാറുകയാണ്. ഇനിയെങ്കിലും നിന്റെ തെറ്റു മനസ്സിലാക്കി ദുഷിച്ച ആ പദ്ധതി ഉപേക്ഷിച്ച് രാമനെ രാജാവായി അവരോധിക്കുവാൻ ദശരഥൻ അനുവാദം നൽകുക. എന്നിട്ടും
കൈകേയി നിർവികാരയായി നിലകൊള്ളുകയാണ് ചെയ്തത്. രാമന്റെ വനവാസം തീർത്തും അനിവാര്യമാണെന്ന് കണ്ടപ്പോൾ ദശരഥൻ സുമന്ത്രനോട് ആജ്ഞാപിച്ചു. ഒരു അക്ഷൗഹിണി സൈന്യവും ധാരാളം വ്യാപാരികളും വേട്ടക്കാരും ഭൃത്യരും രാജഭണ്ഡാരത്തലവനും രാമനോടൊപ്പം വനത്തിലേക്ക് പോകണമെന്നറിയിക്കുക. വനവാസമാണെങ്കിലും എന്റെ വത്സലപുത്രന് സുഖസൗകര്യങ്ങളും വിനോദമാർഗങ്ങളും ഒന്നും നഷ്ടപ്പെടുവാൻ പാടില്ല. ഇത് കേട്ടപ്പോൾ അതേവരെ പ്രതികരിക്കാതിരുന്ന കൈകേയി ഭയപ്പെട്ടു. ഭീതിയാൽ അടഞ്ഞ സ്വരവുമായി അവൾ ഉറക്കെ പറഞ്ഞു, ഭരതൻ തീർച്ചയായും ഈ സാമ്രാജ്യം സ്വീകരിക്കുകയില്ല. അവന്റെ കിരീടധാരണത്തിനു മുമ്പ് സമ്പത്തെല്ലാം കവർന്നെടുക്കപ്പെട്ട ഈ ഭൂമി. മഹാരാജാവ് കൈകേയിയെ മൂർച്ചയുള്ള സ്വരത്തിൽ ശകാരിച്ചു. ഭരതനെ രാജാവാക്കാമെന്നും രാമനെ വനവാസത്തിനയക്കാമെന്നും ഞാൻ സമ്മതിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നീ എന്നെ വീണ്ടും ശിക്ഷിക്കുന്നതെന്തിന്? രാമൻ വനത്തിലേക്ക് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുവാൻ പാടില്ല എന്നാണെങ്കിൽ നീ അത് വരങ്ങൾ സ്വീകരിച്ച സമയത്ത് എന്തേ ആവശ്യപ്പെട്ടില്ല? കൈകേയി കൂസലന്യെ ആവശ്യപ്പെട്ടു. നമ്മുടെ വംശത്തിൽ സാഗര മഹാരാജാവ് അദ്ദേഹത്തിന്റെ സീമന്തപുത്രനായ അസമഞ്ജനെ നാടുകടത്തിയ ചരിത്രമുണ്ട്. അതുപോലെ താങ്കളും രാമനെയും ഒരു സുഖ സൗകര്യങ്ങളും ഒരുക്കാതെ നാടുകടത്തണം. സിദ്ധാർത്ഥൻ എന്ന ഒരു മുതിർന്ന മന്ത്രിക്ക് ഇത് തീരെയും സഹിക്കുവാനായില്ല. അദ്ദേഹം കോപാകുലനായി ആക്രോശിച്ചു. സ്വന്തം സുഹൃത്തുക്കളെ സരയൂ നദിയിൽ മുക്കിക്കൊന്ന് രസിച്ചതിനാണ് അതിക്രൂരനായ സ്വപുത്രനെ പ്രജകളുടെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം നാടുകടത്തിയത്. എന്തു പാപമാണ് രാമൻ ചെയ്തത്? രാമനെയും അസമഞ്ജനെയും സാമ്യപ്പെടുത്തുവാൻ നിങ്ങൾക്കെങ്ങനെ ധൈര്യം വന്നു? അതിദുർബലനായിരുന്നുവെങ്കിലും ശ്രമപ്പെട്ട് എഴുന്നേറ്റ് നിന്ന് ദശരഥൻ പറഞ്ഞു, കൈകേയി, സുഖ സൗകര്യങ്ങളോടെ കാട്ടിൽ വാഴുവാൻ രാമനെ അനുവദിക്കുകയില്ലെങ്കിൽ സർവ പ്രജകളെയും കൂട്ടി ഞാൻ രാമന്റെയൊപ്പം വനത്തിൽ പോകും. ഇത് കേട്ട് രാമൻ അച്ഛനോട് പറഞ്ഞു, ദയവ് ചെയ്ത് പരിഭ്രാന്തനാകാതിരിക്കുക. അച്ഛൻ എനിക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന രാജകീയ സുഖ സൗഭാഗ്യങ്ങളോട് എനിക്ക് തെല്ലും ആഭിമുഖ്യമില്ല. കൈകേയി മാതാവിന്റെ ദാസിമാരോട് മരവുരി കൊണ്ടുവരുവാൻ നിർദ്ദേശിക്കുക. വനജീവിതത്തിന് അനുയോജ്യമായ വസ്ത്രം ധരിക്കട്ടെ ഞാൻ. ലജ്ജാവിഹീനയായ കൈകേയി ഈ വാക്കുകൾ ശ്രവിച്ച് ഉടൻ തന്നെ ഉൾമുറികളിലേക്ക് പോയി മരവുരികളുമായി വന്ന് രാമനോട് അവ ധരിച്ചുകൊള്ളുവാൻ പറഞ്ഞു. രാമലക്ഷ്മണന്മാർ ക്ഷണനേരം പോലും പാഴാക്കാതെ അവ ധരിച്ചു. പക്ഷേ മരവുരിയും കുശപ്പുല്ലുകളും ചേർത്തുണ്ടാക്കിയ വസ്ത്രം കൈകേയിയുടെ കയ്യിൽ നിന്ന് വാങ്ങവേ സീതയുടെ മിഴികൾ നിറഞ്ഞു. വന്യമായ ആ വേഷം ധരിക്കുവാൻ ശ്രമിച്ചപ്പോൾ പരിചയക്കുറവ് മൂലം അത് സീതയുടെ തോളുകളിൽ നിന്ന് വഴുതി വീണു കൊണ്ടിരുന്നു. രാമൻ അത് വാങ്ങി സീതയുടെ പട്ടുസാരിയുടെ മേലെ ആവരണം ചെയ്യുവാൻ ശ്രമിച്ചു. ഈ കാഴ്ച വസിഷ്ഠമുനിക്ക് കണ്ടു സഹിക്കുവാനായില്ല. അദ്ദേഹം രാമനെ പിന്തിരിപ്പിച്ചു. എന്നിട്ട് കഠിന പദങ്ങളാൽ കൈകേയിയെ ഭത്സിച്ചു. അധമ സ്ത്രീയെ, സർവരും രാമന്റെയൊപ്പം വനത്തിലേക്ക് പോകുവാൻ ഒരുക്കമാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഭരത ശത്രുഘ്നന്മാർ പോലും രാമനെ പിന്തുടരുകയേ ഉള്ളൂ എന്ന കാര്യത്തിൽ എനിക്ക് ലവലേശം സംശയമില്ല. പ്രജകളില്ലാത്ത ഈ സാമ്രാജ്യം നീ ഒറ്റയ്ക്ക് ഭരിക്കേണ്ടി വരും. സീതയെയെങ്കിലും സൗകര്യപ്രദമായ വസ്ത്രം ധരിച്ച് ഏതെങ്കിലും വാഹനത്തിൽ കാട്ടിലേക്ക് പോകാൻ അനുവദിക്കുക. പക്ഷേ ഭർത്താവിനെ അനുകരിക്കുന്നതിൽ സ്വധർമ്മം ദർശിച്ച സീത മരവുരി തന്നെ ധരിച്ചു നിന്നു. സീതയെ ഈ വേഷത്തിൽ കണ്ട കൊട്ടാരവാസികൾ ഓരോ ആളും രാജാവിനെ അതികഠിനമായ വാക്കുകളാൽ ശപിച്ചു. ഇതെല്ലാം കേട്ട ദശരഥന് ജീവിതാശ തന്നെ ഇല്ലാതായി. സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു നാഴികയോളം അദ്ദേഹം പിച്ചുംപേയും പുലമ്പിക്കൊണ്ട് മയങ്ങിക്കിടന്നു. ഒടുക്കം അല്പം സമചിത്തത വീണ്ടെടുത്ത് ദശരഥൻ രാമനെ വനത്തിലേക്ക് അയക്കുവാൻ ഒരു തേര് കൊണ്ടുവരുവാൻ സുമന്ത്രനോട് ആജ്ഞാപിച്ചു. അതിനിടയിൽ സീതയെ ആശ്ലേഷിച്ചുകൊണ്ട് കൗസല്യ ഉപദേശം നൽകി. ചില സ്ത്രീകൾ കഷ്ടകാലം വരുമ്പോൾ സ്വന്തം ഭർത്താവിനെ അവൻ എത്ര ധർമ്മിഷ്ഠനും സ്നേഹസമ്പന്നനുമായിരുന്നാലും ഉപേക്ഷിക്കുന്ന പതിവുണ്ട്. ഇത്തരം സ്ത്രീകൾ ഭൂതകാലത്തിൽ അവർക്ക് കിട്ടിയ എല്ലാ നന്മകളും മറക്കുന്നു. അത് കാരണം അവരെ ഭർത്താവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികൾ ഇല്ലാതെയാവുന്നു. നന്ദി ലവലേശമില്ലാത്ത ഇത്തരം സ്ത്രീകളെ രക്ഷിക്കുവാൻ
ജ്ഞാനത്തിനോ പാരിതോഷികങ്ങൾക്കോ വിവാഹബന്ധത്തിനു പോലുമോ സാധിക്കുകയില്ല. അതേസമയം വളരെ നല്ല സ്ത്രീകളും ലോകത്തിലുണ്ട്. സൗമ്യതയും സത്യസന്ധതയും ജന്മന അനുസരണശീലവുമുള്ള ആ സ്ത്രീകൾ സ്വന്തം ഭർത്താവിനെ എല്ലാത്തിനും മേലെ ബഹുമാനിക്കുന്നു. പ്രിയപ്പെട്ട സീതേ, നാട് കടത്തപ്പെട്ടു എന്ന കാരണത്താൽ നീ രാമനെ വെറുക്കരുതേ. അവൻ എന്നെന്നും നീ വണങ്ങുന്ന ആദരണീയനായ ദേവനായിരിക്കട്ടെ. സീത കൂപ്പുകൈകളോടെ ഈ ഉപദേശം സ്വീകരിച്ച് മറുപടി പറഞ്ഞു. എന്റെ ഭർത്താവിനോടുള്ള എന്റെ കടമയെക്കുറിച്ച് ഞാൻ തികച്ചും ബോധവതിയാണമ്മേ. വിശ്വാസലംഘനം നടത്തുന്ന ഭാര്യമാരെക്കുറിച്ച് എന്നോട് സംസാരിക്കേണ്ട ആവശ്യമേ ഉദിക്കുന്നില്ല. രാമനുമായുള്ള എന്റെ ബന്ധം ചന്ദ്രനും ചന്ദ്രപ്രകാശവും തമ്മിലുള്ളതുപോലെയത്രേ. തന്ത്രികളില്ലാതെ വീണയില്ല, ചക്രങ്ങളില്ലാതെ രഥമില്ല എന്നതുപോലെ ഭർത്താവില്ലാതെ ഭാര്യയ്ക്ക് ഭാവിയില്ല. അവൾക്ക് 1000 പുത്രന്മാരുണ്ടെങ്കിൽ പോലും രാമൻ എനിക്ക് പ്രഭുവാണ് എന്നും എല്ലായ്പ്പോഴും എനിക്കെങ്ങനെ അദ്ദേഹത്തെ വെറുക്കുവാൻ കഴിയും? തന്റെ വേർപാട് എങ്ങനെ താങ്ങുമെന്നോർത്ത് കണ്ണുനീർ ചൊരിഞ്ഞ കൗസല്യയെ രാമൻ ആശ്വസിപ്പിച്ചു. കാലം അതിശീഘ്രം കടന്നുപോകും. അനന്തരം രാമൻ പിതാവിന്റെ പാദങ്ങൾ കെട്ടിപ്പിടിച്ചു. സീതാ ലക്ഷ്മണന്മാർക്കൊപ്പം അച്ഛനെ വലം വെച്ചു. അത് കഴിഞ്ഞ് അവസാനമായിട്ടൊരു വട്ടം കൂടി രാമൻ തന്റെ അമ്മയെ വണങ്ങി. ലക്ഷ്മണൻ സ്വമാതാവായ സുമിത്രയെയും വണങ്ങി. സുമിത്ര ലക്ഷ്മണന്റെ മൂർധാവ് വാത്സല്യത്തോടെ മുകർന്നു. തദവസരത്തിൽ തേരുമായി സുമന്ത്രൻ അവിടെയെത്തി. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് സീതാരാമ ലക്ഷ്മണന്മാർ രഥത്തിൽ കയറിയിരുന്നു. താമസം വിന അവർ വനത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. രാമൻ കടന്നുപോയ വീഥികളിലെല്ലാം അയോധ്യാവാസികൾ തിക്കിത്തിരക്കി നിന്നിരുന്നു രാമനെ ഒരു നോക്കു കാണുവാൻ. രഥത്തിനു പിന്നാലെ ഓടിവന്ന പ്രജകൾ സുമന്ത്രനോട് യാചിച്ചു, രാമനെ അവസാനമായിട്ടൊന്നു കാണുവാൻ ദയവ് ചെയ്ത് കുതിരകളെ മെല്ലെ ഓടിക്കുക. രാമൻ മുഖം തിരിച്ച് പിന്നിലേക്ക് നോക്കിയപ്പോൾ സുമന്ത്രനോട് തേര് നിർത്തുവാൻ ഉറക്കെ ആജ്ഞാപിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിലൂടെ ക്ഷോഭവിവശനായി പാഞ്ഞുവരുന്ന ദശരഥനെയാണ് കണ്ടത്. എന്നാൽ ധർമ്മബന്ധിതനായ രാമൻ രഥത്തിന്റെ വേഗത കൂട്ടുവാനാണ് തേരാളിക്ക് നിർദ്ദേശം നൽകിയത്. തികച്ചും വിഭിന്നങ്ങളായ ഈ നിർദ്ദേശങ്ങൾ ദശരഥന്റെയും രാമന്റെയും എങ്ങനെ പാലിക്കണമെന്നറിയാതെ സുമന്ത്രൻ കുഴങ്ങി. അത് മനസ്സിലാക്കിയ രാമൻ ഉച്ചത്തിൽ പറഞ്ഞു, എന്റെ വൃദ്ധനായ അച്ഛനെ ഈ ദയനീയ അവസ്ഥയിൽ കാണുന്നതില് എനിക്കുള്ള കഠിനവ്യത ഇനിയും വലിച്ചു നീട്ടരുത്. അങ്ങനെ സുമന്ത്രന് കുതിരകളെ പായിക്കേണ്ടതായി വന്നു. അന്നേരം ഒരു മന്ത്രി ഹൃദയം തകർന്നു നിന്ന ദശരഥനെ ഉപദേശിച്ചു. മഹാരാജൻ, ഒരാൾ മടങ്ങി വരണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അയാളെ വളരെ ദൂരം അനുധാവനം ചെയ്യുവാൻ പാടില്ല. രാമരഥചക്രങ്ങൾ ഉയർത്തിവിട്ട പൊടിപടലം കണ്ണിൽ നിന്ന് മറയുന്നതുവരെ ദശരഥൻ നോക്കി നിന്നു. രഥം മറഞ്ഞതും ദശരഥൻ അസ്തപ്രജ്ഞനായി നിലംപതിച്ചു. കൗസല്യയും കൈകേയിയും ഇരുവശങ്ങളിലായി നിന്ന് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുവാൻ ശ്രമം നടത്തിയപ്പോൾ വ്യസനസമേതം ദശരഥൻ കൈകേയിയോട് പറഞ്ഞു, അല്ലയോ കൈകേയി, പാപിയായ നീ ഇനി നമ്മെ സ്പർശിക്കരുത്. നാം നിന്നെ ഇതാ തിരസ്കരിച്ചിരിക്കുന്നു. ഇനിമേൽ നിന്നെ നമുക്ക് കാണുകയേ വേണ്ട. ഭർത്താവിനെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിച്ച് കൂടെ നടന്ന കൗസല്യ കണ്ടത് അടഞ്ഞുകിടന്ന വ്യാപാര സ്ഥാപനങ്ങളും പ്രജകളുടെ ഇരുളടഞ്ഞ വദനങ്ങളുമായിരുന്നു. കൊട്ടാരത്തിൽ പ്രവേശിച്ച ദശരഥൻ അതിദയനീയമായ വിലാപസ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു, നമ്മെ രാമന്റെ മാതാവായ കൗസല്യയുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുക. ഇനിമേൽ നാം അവിടെയാണ് വസിക്കുക. അതിദീനനായി രാവ് കഴിച്ചു കൂട്ടിയ ദശരഥൻ അർദ്ധരാത്രിയായപ്പോൾ കൗസല്യയോട് അപേക്ഷിച്ചു, നീ കൈകൊണ്ട് നമ്മെ ഒന്ന് തലോടുക. രാമന്റെയൊപ്പം പോയ നമ്മുടെ കണ്ണുകൾ ഇനിയും മടങ്ങി വരുന്നില്ല. ഭർത്താവിന്റെ പരിതാപകരമായ അവസ്ഥ കണ്ടും രാമന്റെ ഭാവിയോർത്തും കൗസല്യയുടെ ഹൃദയം തകർന്നു. സുമിത്ര കൗസല്യയ്ക്ക് ആശ്വാസവചനങ്ങൾ ഓതി. രാമനെ കുറിച്ചോർത്ത് അങ്ങ് വിഷമിക്കരുത്. സീതയും ലക്ഷ്മണനും കൂടെയുള്ളതിനാൽ രാമന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുവാൻ സാധ്യതയില്ല. പ്രിയ കൗസല്യേ, രാമൻ കേവലം ഒരു മനുഷ്യനല്ല, അവൻ ദൈവങ്ങളുടെ ദൈവമാണ്. സൂര്യനെ പ്രകാശിപ്പിക്കുന്ന തേജസ്സും
കാലനിയന്താവും അവനാകുന്നു. രാമൻ വനത്തിൽ വസിക്കുന്നിടത്തോളം കാലം ഭൂമിയും പ്രകൃതിയുമെല്ലാം തന്നെ ഭക്തിപൂർവം രാമന്റെ പാദസേവ ചെയ്യുമെന്നതിൽ ഒരു സംശയവും വേണ്ട. നിന്റെ പ്രിയപുത്രൻ മടങ്ങി വരുന്നത് കാണാൻ നിനക്ക് സാധിക്കുമെന്ന കാര്യത്തിലും യാതൊരുവിധ ശങ്കയും ആവശ്യമില്ല. മാത്രമല്ല, വിലാപം ഒന്നിനും പരിഹാരമല്ല. പൗരാവലി ആകമാനം ദുഃഖം കൊണ്ട് മരവിച്ച് നിഷ്ക്രിയരായിരിക്കുന്നത് അവിടുന്ന് കാണുന്നില്ലേ? അല്ലയോ മഹാറാണി, അവരെ ആശ്വസിപ്പിക്കേണ്ടത് അങ്ങാണ്. ആയതുകൊണ്ട് അവിടുന്ന് സ്വയം ദുർബലയാവാൻ ഇട കൊടുക്കാതിരിക്കുക. തത്സമയം രാമന്റെ രഥത്തിന് പിന്നാലെയോടി വനത്തിലെത്തിയ അയോധ്യാവാസികൾ രാമനോട് മടങ്ങി വരുവാനായിക്കൊണ്ട് കേണപേക്ഷിക്കുവാൻ തുടങ്ങി. രാമൻ തന്റെ നില വിശദീകരിച്ചു. എന്റെ ശപഥം പാലിക്കാതിരിക്കുവാൻ എനിക്കാവില്ല. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം ഇതേപടി ഭരതന് നൽകുക. അക്കൂട്ടത്തിലിരുന്ന കുറെ വൃദ്ധ ബ്രാഹ്മണർക്ക് രഥത്തോടൊപ്പം നടന്നെത്തുവാൻ കഴിവില്ലാതിരുന്നു. അതിദുഃഖിതരായ അവർ ഓട്ടം മതിയാക്കുവാൻ കുതിരകളോട് ഉച്ചത്തിൽ ആവശ്യപ്പെട്ടു. ഈ പരിദേവനങ്ങൾ ശ്രവിച്ച രാമൻ വർദ്ധിച്ച സഹാനുഭൂതിയോടെ രഥത്തിൽ നിന്ന് ഭൂമിയിലേക്കിറങ്ങി. അനന്തരം വൃദ്ധ ബ്രാഹ്മണർക്ക് അവരുടെ ഒപ്പം വന്നെത്താവുന്ന വേഗത്തിൽ സീതാലക്ഷ്മണന്മാരോടൊത്ത് നടന്നു നീങ്ങി. എന്നിരിക്കലും മുഖം തിരിച്ച് പിന്നിലേക്ക് നോക്കുവാൻ ഒരു വട്ടം പോലും തുനിഞ്ഞില്ല രാമൻ. സ്വന്തം ശപഥത്തിന് യാതൊരു കാരണവശാലും ഭംഗം വരുവാൻ പാടില്ലെന്ന വ്യഗ്രതയായിരുന്നു ആ മനസ്സിൽ. ഇപ്രകാരം അവർ തമസാ നദിക്കരയിലെത്തി. സൂര്യാസ്തമയം കഴിഞ്ഞിരുന്നതിനാൽ സുമന്ത്രനും ലക്ഷ്മണനും കൂടി പത്രാദികളാൽ ഒരു കിടക്ക തയ്യാറാക്കി. സീതാസമേതനായി രാമൻ ആ പർണശയ്യയിൽ ശയിച്ചു. രാമൻ നൊടിയിടയിൽ നിദ്രാധീനനായി. ലക്ഷ്മണനാകട്ടെ സുമന്ത്രനോട് സ്വന്തം ജ്യേഷ്ഠ സഹോദരന്റെ ഗുണഗണങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് പുലരും വരെ നിദ്രാവിഹീനനായി കാവലിരുന്നു. അടുത്ത പുലർച്ചയ്ക്കുണർന്ന രാമൻ കണ്ടത് ചുറ്റുപാടും കൂട്ടം കൂട്ടമായി കിടന്നുറങ്ങുന്ന അയോധ്യാവാസികളെയായിരുന്നു. മനസ്സിലൊരു പദ്ധതി തയ്യാറാക്കിയ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ജനങ്ങൾ അവരുടെ നിശ്ചയദാർഢ്യം കൈവെടിയില്ലെന്ന് ഉറപ്പായി. ആ സ്ഥിതിക്ക് നാം ഇപ്പോൾ തന്നെ ഇവിടം വിട്ടകലണം. സുമന്ത്രൻ തേര് പല ദിക്കിലേക്കും മാറി മാറി ഓടിച്ച് ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കട്ടെ. അപ്പോൾ പൗരാവലിക്ക് നാം പോയ ദിശയേതെന്ന് നിശ്ചയമില്ലാതാവും. അങ്ങനെ അവർക്ക് അയോധ്യയിലേക്ക് മടങ്ങേണ്ടി വരും. അതനുസരിച്ച് നദി കടന്ന ശേഷം സുമന്ത്രൻ ഏറ്റവും സ്പഷ്ടമായി കാണപ്പെട്ട ഒരു വഴിയിലൂടെ അല്പദൂരം തേൾ തെളിച്ച ശേഷം മടങ്ങി വന്നു. സീതാരാമ ലക്ഷ്മണന്മാർ തേരിൽ കയറിയപ്പോൾ സുമന്ത്രൻ എതിർദിശയിലേക്ക് തേർ തെളിച്ചുകൊണ്ട് യാത്രയാരംഭിച്ചു. ഉറക്കത്തിൽ നിന്നുണർന്ന അയോധ്യാവാസികൾ രാമന്റെ അസാന്നിധ്യം ശ്രദ്ധിച്ചയുടൻ തന്നെ വർദ്ധിച്ച കുറ്റബോധത്തോടെ സ്വയം അപലപിക്കുവാൻ തുടങ്ങി. രാമനില്ലാതെ നാം എങ്ങനെ അയോധ്യയിലേക്ക് മടങ്ങും? രാമന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ഭാര്യമാരും സന്താനങ്ങളും രാമനെ കൂടാതെ നമ്മൾ ചെന്നാൽ എന്തു പറയും? രഥചക്രച്ചാലുകൾ പിന്തുടർന്ന് നാലുപാടും നടന്ന ജനം വലഞ്ഞു. ഭഗ്നാശരായ അവർ ഗത്യന്തരമില്ലാതെ തളർന്ന മനസ്സോടെ അയോധ്യയിലേക്ക് മടങ്ങി. രാമനില്ലാതെ മടങ്ങിയെത്തിയ പുരുഷാരത്തെ സ്ത്രീജനങ്ങൾ ക്രൂരവും നിന്ദ്യവുമായ പദങ്ങളാൽ അഭിഷേകം ചെയ്തു. എല്ലാത്തിനുമൊടുവിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി കൈകേയിയെ പഴിച്ചു. മാത്രവുമല്ല, അവളുടെ ഭരണത്തിൻ കീഴിൽ ജീവിക്കുക സാധ്യമല്ലെന്നും തീരുമാനമെടുത്തു. ഇങ്ങനെ അയോധ്യയിലെ ജനജീവിതം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി വറ്റിവരണ്ട ഒരു മഹാസാഗരം എന്ന പോലെ. ബ്രാഹ്മണർ അവരുടെ യാഗഹോമങ്ങളെല്ലാം അവഗണിച്ചു. വ്യാപാരികൾ അവരുടെ ചരക്കുകൾ വിനിമയം ചെയ്യാതായി. ഗൃഹസ്ഥർ പാചകവൃത്തിയിൽ ശ്രദ്ധിക്കാതെയായി. ഏതോ ഒരു മരവിപ്പിനടിപ്പെട്ട പോലെ വളർത്തുമൃഗങ്ങൾ പുല്ലു തിന്നാതായി. ഗോക്കൾ സ്വന്തം കിടാങ്ങൾക്ക് പോലും ക്ഷീരം ചുരത്താതെയായി. സ്വന്തം പുത്രനെ കണ്ടാൽ പോലും അമ്മമാർക്ക് ആനന്ദമില്ലാതെയായി. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലും ഉഗ്രതയോടെ കാണപ്പെട്ടു. ആഹാരം ഭക്ഷിക്കുന്നതിനോ ഏതെങ്കിലും വിനോദത്തിലേർപ്പെട്ട് ആഹ്ലാദിക്കുന്നതിനോ ലേശം പോലും താല്പര്യമില്ലാതെ സദാ വിഷാദമൂകരായി ജീവച്ഛവങ്ങളും പ്രതിമകളും പോലെ അവർ ദിനരാത്രങ്ങൾ തള്ളി നീക്കി. രാമനെ പിരിഞ്ഞ ദുഃഖചിന്തകൾ മാത്രമായി അവരുടെ ഉള്ളിൽ. വിവിധ ഭൂപ്രദേശങ്ങൾ, ഗ്രാമങ്ങൾ, വനങ്ങൾ എവിടെയെല്ലാം രാമന്റെ രഥം കടന്നുപോയോ
അവിടെയെല്ലാം ജനങ്ങൾ ദശരഥനെയും കൈകേയിയെയും ശപിക്കുന്നതാണ് രാമൻ കേട്ടത്. വേദശ്രുതി, ഗോമതി എന്നീ നദികൾ കടന്ന് ഷന്തികാ തീരത്തെത്തിയ രാമൻ രഥം വിട്ട് നിലത്തിറങ്ങി. കാരണം ആ നദിയായിരുന്നു കോസല രാജ്യത്തിന്റെ തെക്കേ അതിർത്തി. കൂപ്പുകൈകളോടെ അയോധ്യയെ വണങ്ങി നിന്ന് രാമൻ തന്റെ മാതൃഭൂമിയോട് വിടവാങ്ങി. നിരവധി ഗ്രാമീണർ ഓരോ പ്രദേശത്തു നിന്നും രാമനെ പിന്തുടർന്നു വരുന്നുണ്ടായിരുന്നു. രാമൻ അവരോട് സ്വഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ രാമനെ പിരിയുന്ന ദുഃഖത്തിൽ അവർ വാവിട്ട് നിലവിളിച്ചു. ഇതിലൊന്നും മനസ്സ് തളരാൻ ഇട നൽകാതെ രാമൻ അതിവേഗത്തിൽ കടന്നുപോയി. വഴിനീളെ രാമൻ സുമന്ത്രനുമായി ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു. യാത്രാന്ത്യത്തിൽ രഥം അതിശക്തമായി ഒഴുകുന്ന ഗംഗാതീരത്തെത്തി. അവിടെ പുഷ്പങ്ങളോടും തളിരുകളോടും കൂടി പടർന്നു പന്തലിച്ച ഒരു ഓടവൃക്ഷഛായയിൽ അവർ യാത്ര അവസാനിപ്പിച്ചു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നാളെ രാമവിരഹം താങ്ങാനാകാതെ ദശരഥ മഹാരാജാവ് തന്റെ ദേഹം വെടിയുന്നതും ഭരതന്റെ അയോധ്യ പ്രവേശനത്തിന് ശേഷം നടക്കുന്ന സംഭവങ്ങൾ